തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആദിമ ക്രിസ്ത്യാനികൾ പരസ്പരം വന്ദനം ചെയ്തിരുന്നത് മാറാനാഥ, അവർ ലോർഡ് കമ്മിങ്, നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. വേദനകൾക്കും പീഡനങ്ങൾക്കും വിധേയരായ ആദിമ ക്രിസ്തു വിശ്വാസികളുടെ പ്രതീക്ഷാനിർഭരമായ പ്രാർത്ഥനയായിരുന്നു കർത്താവായ യേശുവേ വരണമേ എന്നത്. കർത്താവ് വീണ്ടും വരുമെന്ന് ആദിമ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും അതിനായി അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു. യേശു അവർക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ഈ കാത്തിരിപ്പിന് കാരണം. യേശു അവരോട് പറഞ്ഞിരുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2. കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ആകാശത്തേക്ക് നോക്കി നിന്ന് ശിഷ്യന്മാരോട് ദൂതന്മാർ പറയുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രവൃത്തി 1:11. കൊരിന്തി വിശ്വാസികൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് പൗലോസ് പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്നായിരുന്നു. 1 കൊരിന്ത്യർ 16:22 പഴയ നിയമത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള മോശയുടെ പ്രവചനമാണ് ആവർത്തനം 18:15. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരും. മോശയുടെ ഈ പ്രവചനമാണ് വരാൻ പോകുന്ന മശീഹ്ക്ക് വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ കാത്തിരിപ്പിന് കാരണമായി തീർന്നത്. എന്നാൽ യേശുവിൽ കൂടി പൂർത്തീകരിക്കപ്പെടുന്ന ഈ വാഗ്ദത്തം ഇസ്രായേൽ ജനതയ്ക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ച് യോഹന്നാൻ 1:11 പറയുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പത്രോസിനെ കുറിച്ച് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളി പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരയണം എന്ന് ചോദിച്ചു. ജീവദായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. പ്രവൃത്തി 3:14-15. മരണത്തിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചവൻ ഇപ്പോൾ അവനോട് കൂടെ സ്വർഗത്തിൽ ഇരിക്കുന്നു. ഇനിയും അധിക താമസമെന്നിയെ വാഗ്ദത്ത പ്രകാരം നമ്മെ ചേർപ്പനായി അവൻ വീണ്ടും വരും. സഭ അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ പുനരാഗമനത്തിനു വേണ്ടി ഇന്ന് കാത്തിരിക്കുകയാണ്. എങ്കിലും അതെപ്പോൾ സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന യേശു കർത്താവ് പറഞ്ഞത്. മത്തായി 24:26. നാളും നാഴികയും അറിയായിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ഉണർന്നിരിക്കണം. മത്തായി 25:13. സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാരിൽ കൂടി കേട്ട വാക്ക് വിശ്വസിച്ച ശിഷ്യന്മാർ തുറന്നു ചെയ്ത പ്രസംഗങ്ങളുടെയും എല്ലാ ഉള്ളടക്കവും നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആയിരുന്നു. ഇന്ന് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കർത്താവിൻ്റെ പുനരാഗമനം ആണ്. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരുമെന്ന് വിശ്വാസ പ്രമാണത്തിൽ കൂടി നാം ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ടല്ലോ. വീണ്ടെടുപ്പിനായിട്ടുള്ള 2 കരച്ചിൽ റോമാലേഖനം 8-ാം കാണുന്നുണ്ട്. 1 റോമർ 8:22. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. സർവ സൃഷ്ടിയും കരയുന്നു. ഈ കരച്ചിലിന് കാരണം ലോകത്തിൻ്റെ പാപമാണ്. സാത്താൻ തൻ്റെ പ്രവർത്തനത്താൽ ലോകത്തെ പാപത്താൽ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. സാത്താൻ്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് ലോകത്തെ വീണ്ടെടുക്കുവാൻ, സൃഷ്ടിയുടെ കണ്ണുനീർ ഇല്ലാതാക്കുവാൻ കർത്താവ് വന്നേ തീരൂ.
രണ്ടാമത്തെ കാര്യത്തിൽ റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നാം കരയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അതായത് ഈ മർത്യ ശരീരം അമർത്യമായ ശരീരത്തെയും ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരത്തെയും ധരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുന്നതിനു വേണ്ടിയാ ദൈവമക്കൾ കരയുന്നത്. ദൈവമക്കളുടെ ഞരക്കമില്ലാതാക്കുവാൻ കർത്താവ് വീണ്ടും വന്നേ മതിയാവൂ. പാപത്താൽ വികലമാക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്നതിനും നമ്മെ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുന്നതിനും കർത്താവിൻ്റെ പുനരാഗമനം അത്യാവശ്യം ആണ്. അതേ, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവായ യേശുവേ വരണമേ. കർത്താവേ, എൻ്റെ മർത്യ ശരീരം വെച്ച് നിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുന്ന നാളിനായി ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലും ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലും ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ, പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങോ വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എന്നിങ്ങോ വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയും